ഹലോ ഗൈസ്, ഈ വർഷത്തെ 2025-26 വർഷത്തെ നമ്മളുടെ MIC കോളേജിലെ ആർട്സിനെ കുറിച്ച് ഓരോരോ അഭിപ്രായങ്ങൾ നമ്മളുടെ യൂണിയന്റെ അടുത്തും മാഷുമാരുടെ അടുത്തും കുട്ടികളുടെ അടുത്തും നമുക്ക് ചോദിച്ചറിയാം. എന്താണ് ആർട്സിനെ കുറിച്ചുള്ള അഭിപ്രായം? അടിപൊളിയാണോ? സൂപ്പറാണോ? ഈ വർഷത്തെ ആർട്സ് പറഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാണ്. കാരണം പാർട്ടിസിപ്പേഷൻസ് കുറവാണെങ്കിലും പക്ഷെ ഉള്ള പ്രോഗ്രാംസ് ഒക്കെ ഒന്നുകൂടി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. കിയാദ യൂണിയന്റെ ഭാഗമായിട്ട് 2025-26 വർഷത്തെ ഫൈൻ ആർട്സ് ഓൺ സ്റ്റേജ് മത്സരങ്ങൾ അതായത് ഇന്നലെ ഉണ്ടായിന്, അതേപോലെ ഇന്നും തുടർന്ന് നടക്കുകയാണ്. അപ്പോൾ വിചാരിച്ച മാതിരിക്കല്ല, എല്ലാവരും പാർട്ടിസിപ്പേഷനൊക്കെ നല്ലോണ്ട്. നമ്മൾ വിചാരിച്ച കുറച്ച് ഉണ്ടാവുള്ളൂ, നമ്മളൊരു പ്രതീക്ഷ കുറവേനി. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും സഹകരണം കൊണ്ട് നല്ല വിജയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഉച്ചൻ്റെ ശേഷത്തെ പ്രോഗ്രാം ഉണ്ട്, അതിനും വിജയിപ്പിക്കുക. താങ്ക് യു. നല്ല അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഷാദിലിന്റെ ആ ഒരു സ്പിരിറ്റ് ആക്ക് ഭയങ്കര എടുത്ത് പറയണം. പക്ഷെ കുട്ടികൾ പങ്കെടുക്കണില്ല, അതാണ് പ്രോഗ്രാം ഭയങ്കര ഡല്ലായിട്ട് നിൽക്കണേ. ബാക്കിയെല്ലാം കൊണ്ടും ഷാദിലിനെ എടുത്ത് വെച്ച് പറയണ്ടേ, ഭയങ്കര ആള് സെറ്റ് ആയിരുന്നു. കോളേജ് യൂണിയന്റെ ആദ്യത്തെ ആർട്സ് ആണ് നിങ്ങൾ ഇവിടെ വന്നിട്ട്. അപ്പൊ എന്താണ് എക്സ്പീരിയൻസ്? ഒരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പൊ തോന്നുന്നത് വെച്ചാല് 2 സെക്കൻഡ് ആർട്സ് ഉണ്ട്. ഇപ്പോ ഇന്നത്തെ ഒരു കാലത്ത് കുട്ടികളൊക്കെ വളരെയധികം ഈ ആർട്സ് പോലുള്ള പരിപാടികൾക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഈ DJ അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെയാണ് താല്പര്യം. പക്ഷെ എന്നിരുന്നാലും ഇന്നലെ നടന്ന പരിപാടിക്കൊക്കെ അത്യാവശ്യം ഓഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള കുറെ കുട്ടികളുണ്ട്. ശരിക്ക് ഇവരുടെ ടാലന്റൊക്കെ നല്ല രീതിയിൽ എത്തിക്കാനും ഇവർക്ക് നല്ല വേദികൾ കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി കോളേജിന്റെ ഭാഗത്ത് നിന്ന് സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. കോളേജിലെ ഈ വർഷത്തെ ആർട്സ് അത്യാവശ്യം നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ പുതിയ കാലത്തിൽ ആർട്സിലെ പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിലുള്ള കുറവുണ്ട് എന്നുള്ള ചെറിയൊരു പ്രയാസം ഉണ്ടെങ്കിലും എന്നാലും പരമാവധി നല്ല രൂപത്തിൽ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷത്തിൻ്റെ ഒരു നിമിഷമാണ് കോളേജിൽ ആർട്സ് ഫെസ്റ്റ് എന്നുള്ളത്. ഇതിനെ തുടർന്ന് നമുക്ക് സീസൺ അടക്കമുള്ള മത്സരാത്മക പ്രോഗ്രാമുകൾ പങ്കെടുക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മത്സരത്തിൻ്റെ അപ്പുറമായിട്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള നല്ല സൗഹൃദത്തിൻ്റെ, അതോടൊപ്പം തന്നെ പരസ്പരം സഹകരിക്കുന്നതിൻ്റെ, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തുന്നതിൻ്റെ, പുതിയ കാലഘട്ടത്തിൽ നല്ല സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഇത്തരത്തിൽ ആർട്സ് ഫെസ്റ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ക്യാമ്പസിൽ വളരെ മനോഹരമായിക്കൊണ്ട് ഇത് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളടക്കമുള്ള ഒരുപാട് ആളുകൾ, യൂണിയൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ വളരെ സജീവമായിട്ട് സഹകരിക്കും. എല്ലാവരോടും കൃത്യമായിട്ട് കോളേജിൻ്റെ ഭാഗത്തുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. താങ്ക് യു. കിയാദ സ്റ്റുഡൻസ് യൂണിയൻ്റെ കീഴിൽ നടന്നു വരുന്ന 2 ദിവസത്തെ ആർട്സ് ഫെസ്റ്റാണ് നമ്മുടെ കോളേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ക്രിയാത്മകമായി സംഘടിപ്പിച്ച പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളുണ്ട്. അതിലുപരി NSSന്റെ ഒരു താക്കോൽദാനം, വീടിൻ്റെ താക്കോൽദാനം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. വളരെ സജീവമായിട്ട് എല്ലാ വിഷയങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ യൂണിയനിലും അതുപോലെ കോളേജിലും അതുപോലെ NSSന്റെ വിദ്യാർത്ഥികളായിട്ടുള്ള വളണ്ടിയേഴ്സ് ഉള്ളത്. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കോളേജ് നിങ്ങൾക്ക് അഭിമാനമുണ്ട്, ആത്മസംതൃപ്തിയുണ്ട്. എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിന് അറിയിക്കുന്നു. ആർട്സ് എന്ന് പറയുകയാണെങ്കിൽ പൊതുവെ ഉള്ളതിൽ കഴിഞ്ഞ വർഷത്തിലേറെ മികവുറ്റ രീതിയിൽ നമ്മൾ നടത്താൻ നോക്കുന്നുണ്ട്. അരങ്ങുകളായാലും അരങ്ങാണ് ആദ്യം വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കുക, അറ്റൻഷൻ കീപ്പ് ചെയ്യാനുള്ളത് അരങ്ങാണ്. അപ്പോൾ ആദ്യം ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ബാഹുബലി സെറ്റപ്പ് എന്ന് പറയുന്നത് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോട്ടോ ഫ്രെയിം ആയാലും കുട്ടികളെല്ലാവരും എടുക്കുന്നുണ്ട്. പിന്നെ ആർട്സിന് കഴിഞ്ഞ വർഷത്തിലേറെ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയാവുന്ന രീതിയിൽ എന്താ വെച്ചാൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ എണ്ണം കുറവാണ്. ഒന്നാമത് മിക്കവാറും അങ്ങനെ ആയിരിക്കും, അതായത് ലീഡേഴ്സിന്റെ കാര്യക്ഷമത കുറവായിരിക്കാം, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആർട്സ് എല്ലാം കറക്റ്റ് ടൈമിങ് ഓൺ ഗോയിങ് ആയിട്ട് ടൈമിൽ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ നടന്നു പോയി. ഇതുവരെ ആരും ഒന്നും ബാക്കായിട്ടൊന്നും പറഞ്ഞില്ല. നമുക്ക് ഒരു സന്തോഷമുണ്ട്. അതുപോലെ തുടർന്ന് പോകും, കഴിയാനായിട്ടില്ല. വൈകിട്ടായാലും റിസൾട്ട് അറിയുള്ളൂ എന്താ അവസ്ഥ. ഓക്കെ, അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല രീതിയിൽ യൂണിയൻ മെമ്പേഴ്സാണ്, അതിൻ്റെ രീതിയിൽ നല്ല സന്തോഷം. നമ്മൾ 1-2 മാസമായിട്ട് ഇതിൻ്റെ പിറകിലാണ്. ഇങ്ങനെ ഓരോ ഡെക്കറേഷൻ ചെയ്യായിരിക്കും. ഇവിടെ എത്ര ചെറിയ സാധനം നമ്മളെ ക്യാമ്പസിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ആർട്ടിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ ഓരോ ദിവസത്തിൻ്റെ അധ്വാനമാണ്. ഇപ്പോൾ ഓഫ് സ്റ്റേജ് മുതൽ ഇപ്പോൾ നോൺ സ്റ്റേജ് അവസാന ദിവസമാണ്. നോൺ സ്റ്റേജ് കൂടി കഴിഞ്ഞ് നമ്മൾ ആർട്സ് സമാപിക്കുകയാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 2 മാസം അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന ഓരോ പരിപാടികളും. അപ്പോൾ അത് വിജയകരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, വിജയമാകും അതിന് നമ്മളെ പ്രതീക്ഷ. വിദ്യാർത്ഥികളുടെ പരിപൂർണ്ണ സപ്പോർട്ട് എല്ലാം നമുക്കുണ്ട്. എല്ലാവരുടെ പിന്തുണയോട് കൂടിയിട്ട്, ഒരുപാട് അധ്യാപകരുടെ പിന്തുണ, പ്രിൻസിപ്പളുടെ പിന്തുണ, പിന്നെ വിദ്യാർത്ഥികളുടെ പൂർണ്ണ സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. വളരെ സന്തോഷമുണ്ട്. പൊതുവെ നമ്മുടെ കലാലയങ്ങളിലൊക്കെ ഇത് കണ്ടുവരുന്നത് ആർട്ട് ഫെസ്റ്റുകളിലൊക്കെ പ്രാതിനിധ്യം വളരെ കുറവാണ്. അതിവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും തന്നെ വിദ്യാർത്ഥി യൂണിയനും വിദ്യാർത്ഥികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും പല മത്സരങ്ങളിലും വളരെയധികം പ്രാതിനിധ്യം കുറവാണ്.